ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് മൊബൈലിൽ എങ്ങനെയാണ് ഒരു വോയിസ് ടൈപ്പ് ചെയ്യുന്നതെന്നുള്ളതാണ്. ഇനി നമ്മൾ വായിച്ചു കൊടുത്താൽ മാത്രം മതി, കമ്പ്യൂട്ടർ തന്നെ ടൈപ്പ് അടിച്ചോളൂ. ഇത് നമ്മുടെ ഓഫീസ് വർക്കിനൊക്കെ വളരെ യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഇത് പല ആപ്ലിക്കേഷനിൽ കൂടെ നമുക്ക് ചെയ്യാൻ കഴിയും. നമ്മൾ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് കൂടെ ചെയ്യാൻ പറ്റും, ജിബോർഡിൽ കൂടെ ചെയ്യാൻ പറ്റും. എല്ലാ ആപ്ലിക്കേഷനും നമുക്കൊരു വോയിസ് ഓവർ ഉണ്ടാവും. നമുക്ക് അങ്ങനെയും വേണമെങ്കിൽ ചെയ്യാം. അപ്പം നമ്മൾ മൈക്രോസോഫ്റ്റ് വേഡിൽ എങ്ങനെയാണ് നമ്മളിത് ചെയ്യുന്നതെന്നുള്ളതാണ് ഇപ്പോൾ ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പം വേഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിനെ ഫോർമാറ്റ് ചെയ്യാനും അതിൻ്റെ ലേഔട്ടൊക്കെ സെറ്റ് ചെയ്യാനൊക്കെ നമുക്ക് കഴിയുന്നതായിരിക്കും. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ മൊബൈൽ എടുത്തിട്ട് പ്ലേ സ്റ്റോറിലൊന്ന് പ്രസ് ചെയ്യാം. ഇവിടെ സെർച്ച് എടുത്തിട്ട് നമ്മൾ മൈക്രോസോഫ്റ്റ് 365 എന്നുള്ള സെലക്ട് ചെയ്യുക. നമ്മുടെ ഓപ്പൺ എന്നൊരു ബട്ടൺ കാണും. ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇവിടെ ഓപ്പൺ വന്നത്. അല്ലെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യണം. അപ്പം ഞാനിവിടെ ഓപ്പൺ എന്നുള്ള പ്രസ് ചെയ്തു. പ്രസ് ചെയ്യുമ്പോൾ വേഡ്, പവർ പോയിൻ്റ്, എക്സൽ എന്ന് ചോദിക്കുന്നുണ്ട്. എവിടെയാണ് നമുക്ക് പോകേണ്ടത്? വേഡിലാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അപ്പം ഞാൻ ലെറ്റർ അടിക്കാനാണെങ്കിൽ നമുക്ക് ലെറ്റർ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ വേഡിൽ പോവാം. അപ്പോൾ ഞാൻ മൈക്രോസോഫ്റ്റ് വേഡിൽ പോയി. അപ്പോൾ ക്യാപ്ചറിങ് ഫോട്ടോ എന്ന് ചോദിക്കുന്നു. എന്തെങ്കിലും അന്നേരം തന്നെ ഫോട്ടോ എടുത്തിട്ട് എന്തെങ്കിലും ചെയ്താണ് ക്യാപ്ചറിങ് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് വെച്ചാൽ ഗാലറിയിൽ നമുക്ക് ഇമേജിനെ എടുക്കുന്നതിനാണ്. ഡിക്റ്റേറ്റ് വെച്ചാൽ വോയിസ് ഓവറാണ്. ബ്ലാങ്ക് ഡോക്യുമെൻ്റ് എന്ന് വെച്ചാൽ ഇത് ബ്ലാങ്ക് ആയാലും നമുക്ക് സെയിം തന്നെയാണ്. നമുക്ക് പറയാൻ ബ്ലാങ്ക് ഡോക്യുമെൻ്റ് ആണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ സ്ക്രീന്, ഇതാണ് നമ്മുടെ കേഴ്സർ. നമുക്ക് ടൈപ്പ് അടിക്കേണ്ട കാര്യമില്ല, പറഞ്ഞാൽ മാത്രം മതി. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ഈ വോയിസ് ഓവർ കണ്ടില്ലേ, ഈ വോയിസ് ഓവർ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും. എന്നിട്ട് പറയാം. ഇത് താഴെ ജീബോർഡിൻ്റെ ഒരു വോയിസ് ഓവറും ഉണ്ട്. നമുക്ക് അതിൽ കൂടെ വേണമെങ്കിലും നമുക്ക് സംസാരിക്കാം. ഈ വോയിസ് ഓവർ വേണമെങ്കിലും നമുക്ക് സംസാരിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ഈ വോയിസ് ഓവറിലൊന്ന് പ്രസ് ചെയ്യുന്നു. അപ്പോൾ ഇവിടാണ് നമ്മൾ പറയുന്നത്, ഇവിടാണ് വരുന്നത്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു നോക്കാം. അത് എങ്ങനെ കിട്ടുന്നതെന്ന് നമുക്ക് നോക്കാം. കമ്പ്യൂട്ടർ ഈസ് ആൻ ഇലക്ട്രോണിക് ഡിവൈസ് which can take data or information and can process, store and retrieve various information automatically. Computer system consists of two main elements: hardware, software. Any physical, electronic or any electromechanical parts of the computer is called hardware. Software. All programs are called software. അങ്ങനെ ടൈപ്പ് അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് കുറേ മിസ്റ്റേക്കുകളൊക്കെ വന്നിട്ടുണ്ട് അല്ലേ. ഇപ്പോൾ കമ്പ്യൂട്ടർ ഈസ് ആനെന്നാണ് വേണ്ടത്. പക്ഷേ ഇവരിവിടെ ഓണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അവിടെ കൊണ്ടുവച്ചിട്ട് അതിനെ ഒന്ന് എഡിറ്റ് ചെയ്യുക. ആൻ ഇലക്ട്രോൺ വിച്ച് ക്യാൻ ടേക്ക് ഡേറ്റ ഓർ ഇൻഫർമേഷൻ ആൻഡ് ക്യാൻ പ്രോസസ്, സ്റ്റോർ ആൻഡ് റിട്രീവ്. വേരിയസ് എന്നുള്ളതിന് റേഡിയസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ വന്നിട്ട് അവിടെ വേരിയസ് ആക്കുക. നമ്മൾ ചെയ്യുന്ന എല്ലാം നമുക്ക് അതുപോലെ കിട്ടണം. 100% നമുക്കൊരിക്കലും ശരിയായിട്ട് കിട്ടത്തില്ല. നമ്മുടെ പ്രൊനൗൺസിയേഷൻ എങ്ങനെയാണോ അതനുസരിച്ചാണ് അത് കിട്ടുന്നത്. അപ്പോൾ നമ്മുടെ പ്രൊനൗൺസിയേഷൻ അവർക്ക് മനസ്സിലായില്ല, റേഡിയസ് എന്നാണ് അവർക്ക് കിട്ടുന്നത്. കമ്പ്യൂട്ടർ സിസ്റ്റം കണ്ടുമേ അതൊക്കെ ശരിയാണ്. എനി ഫിസിക്കൽ, ഇലക്ട്രോണിക്, എനി ഇലക്ട്രോ മെക്കാനിക്കൽ പാർട്സ് ഓഫ് എന്നുള്ളതാണ്. ഒരു എഫ് മതി. അപ്പോൾ നമ്മൾ ഓഫ് പറഞ്ഞു. ഓൾ പ്രോഗ്രാംസ് ആർ കോൾഡ് എന്നാണ് ഇവിടെ വരേണ്ടത്. ഇവിടെ കോൾഡ് എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളിവിടെ പ്രസ് ചെയ്തിട്ട് ഉണ്ടോ കോൾഡ്. ഇങ്ങനെ നമുക്ക് കണ്ടില്ലേ
അല്ല, നമുക്ക് എന്തെങ്കിലുമൊക്കെ തെറ്റുണ്ടെങ്കിൽ അന്നേരം ഒന്ന് പോയിട്ട് എഡിറ്റ് ചെയ്താൽ മതി. തോന്നുന്നില്ല, ചെറിയൊരു അലൈൻമെൻറ്റിൻ്റെയൊക്കെ ഒരു വ്യത്യാസമുണ്ട്, ലൈൻ സ്പേസ് ചെറിയ വ്യത്യാസമുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ കമ്പ്യൂട്ടർ എന്നുള്ളത് നമ്മളിങ്ങനെ ലോങ് പ്രസ് ചെയ്തിട്ട് ഇവിടെ വന്നിട്ട് ബോൾഡ്, ഇറ്റാലിക്ക്, അണ്ടർലൈന്, പിന്നെ ഇവിടെ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സൈസൊക്കെ നമുക്ക് വേണമെങ്കിൽ ഒന്ന് കൂട്ടാം. ഈ 12 എന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ ഒരു 16 ആക്കി. അപ്പോൾ അതിന് ആക്കിയിട്ട് പിന്നെ ഫോണിൻ്റെ കളറ് വേണമെങ്കിൽ നമുക്ക് ഫോണിൻ്റെ കളറൊക്കെ നമുക്ക് മാറ്റാം. റെഡ് കളറാക്കി മാറ്റി. ഇനി അതിനെ സെൻറ്ററിലോട്ടാക്കണമെങ്കിൽ ഇവിടെ പ്രസ് ചെയ്യുക, പാരഗ്രാഫ് ഫോർമാറ്റിംഗ് എന്നുള്ളിടത്ത് വന്നിട്ട് അതിനെ സെൻറ്ററാക്കുക കേട്ടോ. അപ്പോൾ കമ്പ്യൂട്ടറിന് നമ്മൾ സെൻറ്ററാക്കി. ഇനി ഈ ഒരെണ്ണത്തിനെ നമ്മൾ ഈ ഒരു പാരഗ്രാഫിനെ കണ്ടില്ലേ, ലൈൻ സ്പേസൊക്കെ ചെറിയ വ്യത്യാസമുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ ഒന്ന് പ്രസ് ചെയ്യുക, പാരഗ്രാഫ് ഫോർമാറ്റിംഗ് എടുക്കുക, ലൈൻ സ്പേസ് 1 ആക്കിയിട്ട് റിമൂവ് സ്പേസ് ആഫ്റ്റർ പാരഗ്രാഫ് എന്നുള്ളിടത്തൊന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അതിനെ എന്താക്കണം, ജസ്റ്റിഫൈയും ചെയ്തു. അപ്പോൾ കണ്ടില്ലേ, ആ ഒരു പാരഗ്രാഫ് നമ്മൾ ശരിയാക്കി. ഇങ്ങനെ നമുക്ക് ഓരോരോ പാരഗ്രാഫും നമുക്കിങ്ങനെ ഇങ്ങനെ ഓരോ ഫോർമാറ്റിങ്ങൊക്കെ ചെയ്തിട്ട് ഉണ്ടോ, ഹാർഡ്വെയറൊക്കെ ടൈപ്പ് അടിച്ചു. ഇനി നമുക്കിവിടെ കാണാൻ ഒരു ടെക്സ്റ്റ് ബോക്സ്, ചെറിയൊരു ബോക്സ്. അപ്പോൾ നമ്മൾ ഇൻസെർട്ട് എടുക്കുക. ഇൻസെർട്ട് എടുത്താൽ അതിനകത്ത് എന്തൊക്കെയുണ്ട്, ടേബിൾ ഇൻസെർട്ട് ചെയ്യാം, പിക്ചർ ഇൻസെർട്ട് ചെയ്യാം, ഷേപ്പ് ഇൻസെർട്ട് ചെയ്യാം. ഒരു ടെക്സ്റ്റ് ബോക്സ്, നമുക്ക് ചെറിയൊരു ബോക്സ് അവിടെ ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ ടെക്സ്റ്റ് ബോക്സ് എടുക്കുക ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമുക്ക് എന്തെങ്കിലും ടൈപ്പ് അടിക്കാൻ പറ്റും കണ്ടോ. അങ്ങനെ നമുക്ക് വളരെ എളുപ്പത്തിന് നമുക്ക് വോയിസ് ടൈപ്പ് ചെയ്ത് നമുക്ക് ടൈപ്പ് അടിക്കാൻ പറ്റും. എല്ലാ ഫോർമാറ്റും നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ കണ്ടില്ലേ, ഇവിടെ വന്ന ഫോണ്ട് കളറ്, പിന്നെ ഇവിടെ വന്ന ഇൻസെർട്ട്, ഡ്രോയ്, ലേഔട്ട് എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്ന മാർജിനാണ്. നമുക്ക് മാർജിൻ സെറ്റ് ചെയ്യാം, സൈസ്, പേപ്പറിൻ്റെ സൈസൊക്കെ സെറ്റ് ചെയ്യാം. അങ്ങനെ കുറേ കാര്യങ്ങൾ ഇതൊന്നും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ നമുക്കിനി എങ്ങനെയാണ് മലയാളം ടൈപ്പിംഗ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. മലയാളം ടൈപ്പിംഗ് ചെയ്യുന്നതിന് ഒരു കീബോർഡ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യണം. ഇവിടെ വന്ന് തന്നെ ഇതുപോലൊരു കീബോർഡിലെ ഈ വോയിസ് ഇട്ടാണ് നമ്മൾ ഇവിടെ മലയാളമാക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മളിവിടെ വോയിസ് ഓവർ എടുത്തു കാണിച്ചു തരാം. എന്നിട്ട് ഇവിടെ വന്നിട്ട് ഈ ഗ്ലോബിൽ പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് മലയാളം വരും കണ്ടോ, മലയാളം വരും. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു വോയിസ് ഓവർ ഉണ്ട്, ഈ വേണം നമ്മൾ സംസാരിക്കാൻ. കേരളം ഇന്ത്യയുടെ തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന ചെറിയൊരു സംസ്ഥാനമാണ് കേരളം. ഇന്ത്യയുടെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ സാക്ഷരതാ നിരക്കിൽ കേരളത്തിന് 1-ാം സ്ഥാനമാണ് ഉള്ളത്. ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്നാണ് കേരളത്തെ അറിയപ്പെടുന്നത്. അപ്പോൾ കണ്ടില്ലേ, അപ്പം കേരളം ഇന്ത്യയുടെ തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന ചെറിയൊരു സംസ്ഥാനമാണ് കേരളം. ഇന്ത്യയുടെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ സാക്ഷരതാ നിരക്കിൽ കേരളത്തിന് 1-ാം സ്ഥാനമാണുള്ളത്. ദൈവത്തിൻ്റെ സ്വന്തം നാടാണ് കേരളം എന്നറിയപ്പെടുന്നത്. ഇതിനകത്ത് തെറ്റുകളൊന്നുമില്ല, ഒരു മിസ്റ്റേക്ക് പോലും ഇതിനകത്തില്ല. അപ്പം ഇതുപോലെ നമുക്ക് ഇതിനകത്ത് എമർജൻസിക്ക് ഇപ്പോൾ ഓഫീസിലുള്ള വർക്കുകളെല്ലാം നമ്മൾ മൊബൈലിൽ കൂടെ ചെയ്യണമെന്നില്ല. നമ്മൾ ട്രാവൽ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് ഒരു ലെറ്റർ പെട്ടെന്നൊന്ന് ചെയ്യേണ്ടി വന്നു എങ്കിൽ നമുക്ക് പെട്ടെന്ന് എമർജൻസി ഇങ്ങനെയൊക്കെ നമുക്ക് ടൈപ്പ് അടിക്കാൻ കഴിയും. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. പിന്നെ നമ്മൾ മൊബൈലിൽ കാണുന്നുള്ളതുകൊണ്ട് ചിലപ്പം ഫോണ്ടൊക്കെ വളരെ ചെറുതായിട്ടായിരിക്കും ചിലപ്പോൾ നിങ്ങൾ കാണുന്നത്. അപ്പം അവിടെ യൂട്യൂബിൽ ഒരു ഫുൾ സ്ക്രീൻ ബട്ടൺ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതിനകത്തൊന്ന് പ്രസ് ചെയ്തിട്ട് സൂം ചെയ്തിട്ട് നിങ്ങൾക്ക് കാണാവുന്നതാണ് കേട്ടോ. നമ്മുടെ കീബോർഡ് നമ്മൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഇൻസ്റ്റാൾ ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് ആ വോയിസ് ഓവർ നമ്മൾ പ്രസ് ചെയ്തിട്ട് നമുക്ക് മലയാളത്തിൽ സംസാരിക്കാൻ കഴിയുള്ളൂ കേട്ടോ. അപ്പം കീബോർഡ് നമുക്കവിടെ ഇൻസ്റ്റാൾ ചെയ്യാൻ നോക്കണം. അത് നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ ഞാൻ ഒരു ക്ലാസ്സിൽ കീബോർഡ് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്താൽ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, കീബോർഡ് ഉണ്ടെങ്കിൽ ആ ഒരു വോയിസ് ഓവർ നമുക്ക് മലയാളത്തിലുള്ളത് കിട്ടത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, താങ്ക് യു.